എന്നോട് മിക്ക ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യമാണ് എൻ്റെ ദുബായിക്ക് വരാനുള്ള ഒരു എങ്ങനെയായിരുന്നു. ആഹ് ഞാൻ എൻ്റെ ക്യാമറയിൽ നോക്കിയിട്ടാണ് ട്ടോ പറയുന്നത്. ദുബായിലേക്ക് വരാനുള്ളത് എങ്ങനെയായിരുന്നു? എങ്ങനെ വന്നു? എന്താണ് ഇവിടെ ചെയ്യണത്? ഇതൊക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഈ ഒരു ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എൻ്റെ പല്ലിൽ ഞാൻ പല്ലിൽ സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സെറ്റ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നാളെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫുൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ ചുണ്ടനക്കിയല്ല സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇതെന്താ അങ്ങനെ എന്നൊക്കെ. നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട. ഞാൻ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എൻ്റെ കുറേ ആൾക്കാർ പറയലുണ്ട് എൻ്റെ പല്ലുന്തിയിരിപ്പുണ്ട്, പല്ല് പോയി കെട്ടുക അങ്ങനെ ഇങ്ങനെ. അങ്ങനെ കെട്ടാൻ മാത്രമായിട്ടുള്ള പല്ലുന്തിയതും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എൻ്റെ പല്ലിന് കുറച്ച് നീളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിരിക്കണ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, മോൾ ചുണ്ട് ചെറുതായതുകൊണ്ട് ചിരിക്കണ സമയത്ത് ആ ഒരു പല്ലുന്തിയതുപോലെ ഫീൽ ചെയ്യുന്നതാണ് ഫ്രണ്ടിലത്തെ 2 പല്ല് വലുതായതുകൊണ്ട്. അപ്പോൾ അതിപ്പോൾ സെറ്റ് ആക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞു വെക്കുന്നതാണ്. നിങ്ങളെന്തായാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടും എന്നുള്ളത് എനിക്കറിയാം, വേറെ കാര്യം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ദുബായിലേക്ക് വരാനുള്ള പ്ലാനിങ് എങ്ങനെയായിരുന്നു? ദുബായിലേക്ക് എങ്ങനെ വന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാന് കുറേ ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് ദുബായിൽ ഞാൻ വേറെ എന്തോ ആണ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ ഈ ഇൻസ്റ്റയിൽ കമന്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അല്ല ഇതിപ്പോൾ ഈ ദുബായിൽ പോകുന്നവരൊക്കെ പെണ്ണുങ്ങൾ വേറെ വല്ല പരിപാടിക്കാണോ? ഈ ആണുങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ആണുങ്ങളുടെ കമന്റ് ബോക്സിലൊന്നും അങ്ങനെ വന്ന് പറയുന്നില്ല. കാരണം ആണുങ്ങൾക്ക് എന്താ പറയുക, ആണുങ്ങളാണ് ഈ വന്ന് കമന്റ് ഇടുന്നത്. ചില പെണ്ണുങ്ങളും വന്ന് കമന്റ് ഇടും, അത് വേറെ കാര്യം. പക്ഷേ ആണുങ്ങൾ വന്ന് കമന്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇടുന്നതെന്നുള്ളത്. അത് ഈ ഇടുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിവിടെ വർക്കുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കും കാര്യങ്ങളും ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്ത് വർക്കാണെന്നുള്ളത്. ഇപ്പം എല്ലാവരും എനിക്ക് ബോധ്യപ്പെടുത്തണം എന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ കമന്റ് ഇടുമ്പോഴത്തേക്ക്. പക്ഷേ എന്നോട് പേഴ്സണലി കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതൊക്കെ നല്ല സ്നേഹത്തോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. വേണം എന്നുള്ളവർക്ക് കാണാം, വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ എങ്ങനെ യുഎഇയിൽ വന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്തൊക്കെ വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നും കൂടി. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നാട്ടിൽ നിന്ന് തുടങ്ങാം. നാട്ടിൽ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ബികോം ഫിനാൻസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ മേക്കപ്പ് പഠിക്കുന്നുണ്ടായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള അതിയായ ആഗ്രഹം കാരണം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിച്ചു. മേക്കപ്പ് പ്രൊഫഷണൽ മേക്കപ്പ് കോഴ്സ് ഞാൻ എടുത്തു. അത് നമ്മുടെ കൊല്ലം ലാക്മേന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഡിഗ്രീൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രിയും കഴിഞ്ഞു, മേക്കപ്പും കഴിഞ്ഞപ്പോൾ ഞാൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുനാൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു 1 ഇയറോളം ഞാൻ വർക്ക് ചെയ്തു. ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ അത് എടുത്ത് പറയുന്നില്ല, താല്പര്യമില്ല പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും പറയാനായിട്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുണ്ടാവും. ഉണ്ടായിരുന്ന ആളെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആളെന്നോട് പറഞ്ഞു, എന്താണ് നെക്സ്റ്റ് പ്ലാൻ? ഇപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ചിന്തിക്കുമല്ലോ, ചോദിക്കുമല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചു. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു നമുക്കൊരു സലൂൺ ഇടാം. അവിടെ ഞാൻ നോക്കി നടത്താം എന്നുള്ളത് പോലെ. അപ്പോൾ ആള് ഓക്കെ ശരി എന്നാൽ അത് ചെയ്യാം. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചു, ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ പെട്ടെന്ന് പോയിട്ട് അതിനെക്കുറിച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പൊട്ടിപ്പാളീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഞാൻ കരുതി വേണ്ട, നമുക്ക് പതിയെ തിന്നാൽ പനയും തിന്നാം എന്നാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു വേറെ എന്തെങ്കിലും ഇതുണ്ടോ? അത് ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. അത്യാവശ്യം എനിക്ക് എന്നെ നോക്കാൻ പറ്റുന്ന എൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു 16ാമത്തെ വയസ്സ് മുതൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 16 വയസ്സ് മുതൽ എനിക്ക് തോന്നുന്നു +1, +2 മുതൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഈ സോഷ്യൽ മീഡിയ എന്നെ വളരെയധികം നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരുടെ കമൻ്റാണ് ആ ആളുള്ളത് കൊണ്ടാണ് ഞാൻ ഫേമസ് ആയതെന്നൊക്കെയുള്ള ചില വർത്താനങ്ങളുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഞാൻ ഒരിക്കലും നമ്മളിപ്പം എന്താ പറയുക, ഒരാളെ ഇതായിന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവുകയല്ല. ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് അത് അറിയും. പിന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയും ഓട്ടോമാറ്റിക്കായിട്ട് അല്ലേ? അതങ്ങനെയാണ്. ഇതിപ്പോൾ ആരാണെങ്കിലും അറിയും. അറിയാത്ത ആൾക്കാരിപ്പം അറിയും. ആ ഒരു സംഭവമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ എൻ്റെ കഷ്ടപ്പാടുണ്ട്. ഇല്ലാണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും കയറി വരാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴാണെങ്കിലും എനിക്ക് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ പണിയെടുത്ത് ജീവിക്കാന്ന് പറയില്ല, അത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നോട് ചോദിച്ചു. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും തീരുമാനിച്ചൊരു കാര്യമല്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, "പുറത്തൊരു കൺട്രിയിലേക്ക് പോയിട്ട് വർക്ക് ചെയ്തൂടെ?" എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ യുഎഇയിലേക്ക് പോയി കഴിഞ്ഞിട്ട് അങ്ങനെ വർക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പം ആദ്യം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇരുന്ന് ചിന്തിച്ചു. നല്ലതായിരിക്കുമോ? ഓപ്പർച്യൂണിറ്റി ഉണ്ടാവോ? എന്നൊക്കെയുള്ളത് ചിന്തിച്ചു. അപ്പം നമ്മളത് ചെയ്ത് നോക്കിയാലേ നമുക്കറിയുള്ളൂ അത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ചു. ഓക്കെ, വരാം എന്നുള്ളത് തീരുമാനിച്ചു. ഞാൻ ഉമ്മാനോടും വാപ്പാനോടും പറയുന്നതിന് മുമ്പ് എനിക്കറിയാം അവരെന്തായാലും സമ്മതിക്കാൻ ചാൻസ് വളരെ കുറവാണെന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും ഞാൻ അവരോട് പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നോ പറഞ്ഞു. വാപ്പയല്ല, ഉമ്മയാണ് പറഞ്ഞത്. നോ പറഞ്ഞു. ഉമ്മാക്ക് ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഒറ്റ മോളായത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ഒരു ടെൻഷൻ, കാണാതിരിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ. ഞാനങ്ങനെ മാറിയൊന്നും നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാവാം എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തു. അവസാനം ഞാൻ ദുബായിക്ക് വരാം എന്നുള്ള, യുഎഇയിലേക്ക് വരാം എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അതിന് മുന്നേ അപ്പോൾ ദുബായിക്ക് വരുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്കറിയില്ല. ആരെയും ഞാൻ കണക്ട് ചെയ്തും വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിന് മുമ്പേ ഞാൻ എറണാകുളത്ത് VLCCയിലെ ഹെയർ സ്റ്റൈൽ ഒരു 10 ഡേയ്സ് ഓർ 15 ഡേയ്സ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ യുഎഇയിലേക്ക് കയറുകയാണ്. അപ്പോഴും എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലവുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു 2500 സംതിങ് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ഞാനൊരു റൂമിന് വേണ്ടി ഓൾറെഡി ഞാൻ നാട്ടിൽ വെച്ച് എനിക്കൊരു ചേട്ടനുണ്ട്, ടോണി എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടനോട് നന്ദി പറയാണ്. അപ്പോൾ ആ ചേട്ടൻ കാരണമാണ് എനിക്ക് ഇവിടെ ഫസ്റ്റ് നല്ലൊരു സ്ഥലത്ത് ബെഡ് സ്പേസ് എനിക്ക് സെറ്റായത്. റെഹാനത്ത് ഇത്താൻ്റെ അവിടെ തന്നെ, ഇത്തായും അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ നിന്നു. എനിക്ക് അൽഹംദുലില്ലാ സത്യം പറയാനില്ല ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള 2500 ദിർഹംസിന് പുറമെ 600 ആയിരുന്നു റൂമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഫുഡിന് ഇവിടെ ഒരു 400 ദിർഹംസ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 400 ദിർഹംസും ഞാൻ എന്ത് ചെയ്തു, രണ്ടിനും ഉപയോഗിച്ചു. അപ്പോൾ പ്ലസ് എൻ്റെ കയ്യിൽ 2500 ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ പൈസ എങ്ങനെ ചിലവാക്കണം, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഈ വരുന്ന സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ പോലെ 10 രൂപേനെ ഇൻറ്റു ചെയ്ത് 26, 25 ഇട്ട് കൂട്ടി നോക്കിയിട്ടൊക്കെ മേടിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഞാനും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യത്തെ വന്ന സമയത്ത്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഒരു 2 ഡേയ്സ് എൻ്റെ ഇത്തായായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ മോളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു ഞാൻ നേരെ പോയത്. അത് കഴിഞ്ഞാണ് രാത്രി ഞാൻ വന്നത് മെയ് 13-നാണ് ട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇയർ എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഡേറ്റ് എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മെയ് 13-നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നേരെ അവരുടെ വീട്ടിലോട്ട് പോയി കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ നേരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബെഡ് സ്പേസിൻ്റെ അടുത്തോട്ട് വന്നു. നല്ലതായിരുന്നു. എനിക്ക് കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താ ഈ പറഞ്ഞ പോലെ തിരിച്ച്
ബെഡ് സ്പേസിലെത്തി. ഞാൻ നല്ലായിരുന്നു. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ടോണിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അങ്ങനെയായിരുന്നു. അങ്ങനെ ടോണിച്ചേട്ടനായിട്ട് പുറത്ത് പോയി. അപ്പോൾ എനിക്ക് സലൂൺസിൽ ഞാൻ നോക്കാൻ തുടങ്ങി. എന്താണ് ഈ മേക്കപ്പിന് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 1, 2 സലൂൺസിലൊക്കെ ഞങ്ങളിങ്ങനെ ദുബായിൽ, ഷാർജയിലൊക്കെ ആയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ അറിയില്ല നല്ല രീതിക്ക്. കാണുക എന്നുള്ളതല്ലാണ്ട് എനിക്ക് സ്ഥലങ്ങൾ അറിയില്ല. അപ്പം എങ്ങനെയാണ് ഇവിടെ മെട്രോ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവിടെ ബസ് യൂസ് ചെയ്യേണ്ടത്, എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ എനിക്ക് ടോണിച്ചേട്ടനാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഷാർജയിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഷാർജയിൽ തന്നെ കേട്ടോ താമസിക്കുന്നത്. എനിക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ. കുറച്ചൊരു ഒതുങ്ങിയൊരു ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയായപ്പോൾ ടോണിച്ചേട്ടൻ എന്നോട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. ഒരു തവണ പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെട്രോ യൂസ് ചെയ്യാൻ മാത്രമാണ് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത്. അത് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് ഓക്കെയാണ്. ബസ് യൂസ് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു. റൂട്ടും എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഷാർജയിൽ നിന്ന് നമ്മുടെ ദുബായ് യൂണിയനിൽ പോകാൻ എനിക്ക് കറക്റ്റ് അറിയാം. ഇവിടുന്ന് ഷാർജയിൽ നിന്ന് ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് പോവും. ഇവിടെ അല്ല, ഈ റൂമല്ലായിരുന്നു കേട്ടോ, ബെഡ് സ്പേസ് ആയിരുന്നു. കാശ്മീരിലായിരുന്നു. അപ്പോൾ ഷാർജയിൽ നിന്ന് ഞാൻ ദുബായ് യൂണിയനിലേക്ക് പോകാനായിട്ടുള്ള എനിക്കറിയായിരുന്നു. ഷാർജ ഞാൻ താമസിച്ച കാശ്മീരിൽ നിന്ന് ജുബൈലിലേക്ക് പോവും. ജുബൈലിൽ നിന്ന് യൂണിയനിലേക്ക് ബസ്സിൽ പോവും. ജുബൈൽ വരെ ഞാൻ ടാക്സിക്ക് പോവും. അന്ന് 13 ഇവിടുത്തെ നോർമൽ ഇതെന്ന് പറയുന്നത്. അങ്ങനെ പോവും, പോയിട്ട് വരും. അങ്ങനെ എനിക്കറിയാം. അങ്ങനെ ഞാൻ സലൂൺസിലൊക്കെ കുറേ നോക്കി, കിട്ടിയില്ല. അങ്ങനെ അവസാനം വേറൊരു ചേട്ടനുണ്ട്, ടോണി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ എന്താ ഒരു സലൂൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ എന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പം വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാനിവിടെ വന്നൊരു പ്രൊമോഷനൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 600 or 500 ദിറംസിന് ഞാനൊരു സലൂൺ ചെയ്തു. അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേശ്ശെ ഈ പ്രൊമോഷൻ വീഡിയോസൊക്കെ വരാൻ തുടങ്ങി. അത് അത്യാവശ്യം ഒരു ലേഡി സലൂണായിരുന്നു. ബട്ട് നല്ല റീച്ച് ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ആ ചേട്ടൻ പറഞ്ഞ സലൂണിൽ പോയി. അവിടെ അവർ ഓക്കെ ആയി. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കൂടിയാണല്ലോ. അപ്പോൾ അവർക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം, സോഷ്യൽ മീഡിയ നോക്കണം. മാനേജർ പോലെ അവിടെ ഞാൻ വേറെ വർക്കും കാര്യങ്ങളല്ല, മേക്കപ്പ് വന്നാൽ മേക്കപ്പ് ചെയ്തു, അല്ലാണ്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ എവിടെയാണോ ആർക്കാണോ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുക, അവരെ ഡീൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ പറഞ്ഞു. ഞാനൊരു 2 days കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വർക്കിന് കയറി. സലൂണിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ 11 മണിക്ക് പോയിട്ട്, ഞാൻ ഒരു ജോലിനെ ഇത് പറയുന്നതല്ല കേട്ടോ. പക്ഷെ എന്നാൽ പോലും രാവിലെ 11 മണിക്ക് പോയി രാത്രി 10 മണി വരെയായിരുന്നു വർക്ക് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ അറിയാലോ, ഈ സലൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ 12 മണിയാവും, ചിലപ്പോൾ 1 മണിയാവും. അങ്ങനെയൊക്കെ ടൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമൊന്നും ഞാൻ കണ്ടെത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 1 മന്ത് 1 മന്ത് അല്ല 2 മന്തോളം ഞാൻ 2 മന്ത് 1 1/2 മന്ത് വരെ ഞാൻ അവിടെ പോയി. അപ്പോൾ എനിക്ക് അവിടെ പറ്റണില്ല. കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്കവിടെ പറ്റണില്ല. അപ്പോൾ ഞാൻ പഠിച്ച മേക്കപ്പ് മറന്നു പോകും എന്നുള്ളൊരു വേറൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും ആഗ്രഹിച്ച് പഠിച്ചൊരു കാര്യമാണ്. പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് എൻ്റെ മൈൻഡിൽ. പക്ഷേ എനിക്ക് ഞാൻ അവിടുന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ ഇറങ്ങി. ഇറങ്ങാന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ജിമ്മിന് പോകാനുള്ള ടൈമുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് അവരെനിക്ക് വിസിറ്റ് വിസ എടുത്ത് തന്നു. കാരണം ഞാൻ അവിടെ നിന്നിട്ടാണല്ലോ എൻ്റെ വിസ തീർന്നത്. അപ്പോൾ അവർ വിസിറ്റ് വിസ എടുത്ത് തന്നു. ഞാനപ്പോൾ വിസിറ്റ് വിസ എടുത്ത് തന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറേ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ ഒരു ഇക്ക ഉണ്ട്.
ആ ഇക്കായോട് ഞാൻ പറഞ്ഞപ്പോൾ ആ ഇക്ക പറഞ്ഞു, "നിനക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇക്കനോട് പറഞ്ഞു, ഒരു ട്രാവൽസ് ഉണ്ട്. നിനക്ക് അവിടെ ജോബ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു." അപ്പം ഞാൻ പറഞ്ഞു, "ഞാൻ കോഴ്സൊന്നും അതിന് വേണ്ടി പഠിച്ചിട്ടില്ല." പറഞ്ഞു, "അവരതെല്ലാം പറഞ്ഞു തരും. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ അവിടേക്ക് പൊയ്ക്കോ. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന്" പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാവൽസിൽ അന്ന് എനിക്കൊരു പ്രൊമോഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ പ്രൊമോഷൻ ഷൂട്ടിൻ്റെ സമയത്ത് ആ ഇക്ക പറഞ്ഞത്. അപ്പം ആ ഇക്ക പറഞ്ഞു, "എന്നാ ഓക്കെ, നീ ഇന്ന ടൈമിൽ നീ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നീ അവിടെ എത്തണം" എന്ന് പറഞ്ഞു. ഞാൻ വണ്ടർ അടിച്ചു. ഓക്കെ, പ്രൊമോഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ബെഡ് സ്പേസിൽ താമസിച്ച റെഹാനത്തയും ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ദുബായിക്ക് വിട്ടു. ദുബായിലായിരുന്നു കേട്ടോ, ഷെയ്ഖ് സർ റോഡിൻ്റെ അടുത്തായിരുന്നു. ഷെയ്ഖ് സർ റോഡിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അവർ ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഓക്കെ, ബാക്കി അവർ അവിടെ പഠിപ്പിച്ചു തരും. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മറ്റിടത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ എന്നാൽ പോലും ഒരു കോപ്പറേറ്റീവ് ഏരിയ എന്നുള്ള പോലെ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. എച്ച്ആറും മാനേജറും ഒക്കെ നല്ല ആൾക്കാരായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അവർ പറഞ്ഞ ഡേറ്റിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവരെനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ഇയറോളം അവിടെ വർക്ക് ചെയ്തു. അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വർക്ക് ചെയ്ത് ഞാൻ നേരെ ഇപ്പോൾ ഉള്ള ട്രാവൽസിൽ, ടൈം ടു ട്രാവൽസിൽ ഇപ്പോൾ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ അവിടെയും 9 to 6 ആയിരുന്നു. ഇവിടെയും 9 to 6 ആണ് വർക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജ് ആയപ്പോൾ ഞാൻ ഇവിടുത്തെ ട്രാവൽസിലോട്ട് ഞാൻ മാറി. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പാഷനായിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോസ് എന്ന് പറയുന്നത്. എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണ്ട് സ്കൂളിൽ വെച്ചൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം അപ്പോഴൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതെൻ്റെ ഒരു പാഷനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും എൻ്റെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയേനെ ഞാൻ ഒരിക്കലും മോശം പറയില്ല. കാരണം എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിൽ പോലും അതുവഴി ഉണ്ടാക്കിയതാണ്. ഈ പറഞ്ഞ ഈ ഒരു ഐപാഡ്, അതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്, എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് എനിക്ക് നേടിയിട്ടുള്ളത്. പല കാര്യങ്ങളും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു ഗവൺമെൻറ് ജോബ് എന്നല്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട്. സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കണ്ടൻറ് ക്രിയേറ്ററായിട്ട് മാത്രം പോകുന്നവരുണ്ട്. അപ്പം അവരെയൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ല. നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു 9 to 6 ആണെങ്കിൽ നമ്മൾ ആ ഒരു ടൈം നോക്കിയിട്ട് ജോലി ചെയ്താൽ മതി. ഈ കണ്ടൻറ് ക്രിയേറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ രാത്രിയും എഡിറ്റ് ചെയ്യാതിരിക്കണം. നമ്മൾ ഈ 24 hours നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തിങ്ക് ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഇവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ഷൂട്ട്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രീ ടൈമിൽ പാഷനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം കാണുന്നുണ്ടാവും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ. അപ്പോൾ പാഷനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് അങ്ങനെ അത് ആണ് എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ എൻ്റെ പാഷൻ്റെ പുറത്താണ്. യൂട്യൂബ് ആണെങ്കിലും പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും പാഷനാണെങ്കിൽ അപ്പോൾ പൈസ വേണ്ടെന്ന്. വേണം. പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തരുന്ന ഒരു അംഗീകാരമാണ് ഈ ഒരു ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന യൂട്യൂബിൽ നിന്നാണെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നാട്ടിലിറങ്ങുന്ന സമയത്തും നിങ്ങൾക്കറിയാം പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോഴും എൻ്റെ കയ്യിലുള്ളൊരു സാധനം വെറുതെ വെക്കണ്ട. നമ്മളെ കയ്യിലൊരു സംഭവമുണ്ട്. അതിങ്ങനെ പുട്ടിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നല്ല രീതിക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ ഭാവിക്ക് വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് അന്നന്ന് ദിവസത്തെ ജീവിക്കാനും ഭാവിക്ക് വേണ്ടിയിട്ടുമാണല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ
അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം എന്നുള്ളൊരാഗ്രഹം. അതൊക്കെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാം നടക്കും ഒരു നാൾ. പക്ഷെ നമ്മൾ വെറുതെ ഇരുന്ന് നടക്കും നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തിങ്ക് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടി ചെയ്യുക. അങ്ങനെയൊക്കെ. ഇപ്പോൾ വേറൊരാളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുള്ളൂ. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ്. അങ്ങനെ ഞാനിപ്പോൾ പാഷനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ചെയ്യലുണ്ട്. എൻ്റെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ പ്രമോഷൻസ് ചെയ്യാറുണ്ട്. എപ്പോഴും പോയി ചെയ്യാറില്ല. പക്ഷേ ഫ്രീ ടൈമിലൊക്കെ പോയി നിങ്ങൾ കണ്ടാൽ അറിയാം. ഫ്രീ ടൈമിലൊക്കെ പോയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ പലരുടെയും ചിന്ത ഞാനിവിടെ വേറെ എന്തോ ഞാൻ പറയണില്ല, പലർക്കും അത് മനസ്സിലായി കാണും. എന്തോ ജോലി ചെയ്യുകയാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇപ്പം എന്താ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞില്ല. ഞാൻ ട്രാവൽസിൽ വർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ ഞാൻ സൈഡായിട്ട് പാഷനായിട്ട് പ്രമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുഎഇയിൽ എത്തിയത്. ഞാനിവിടെ എത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോശം അനുഭവങ്ങളും ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു മോശം അനുഭവം എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ നല്ല രീതിക്ക് തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ലതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളിൽ ഒരാൾ, കുടുംബത്തിലൊരാൾ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ, നന്നാവുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിനുള്ള ഒരാളെങ്കിലും അതിന് ഒരു പ്രശ്നമായിരിക്കും അവർക്ക്. ഓ അവർ നന്നായി പോവും. അപ്പോൾ ഒരു ഈഗോ അങ്ങനത്തെ ഒരു സംഭവം കയറും. അതിൻ്റെ ആവശ്യമില്ല. അതിന് അവർക്കും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണത് കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എന്താണെന്നോ ഞാൻ എങ്ങനെ ജീവിക്കണമെന്നോ അവർക്ക് അറിയില്ലുണ്ടാവില്ല. പക്ഷെ അവർ വായിൽ തോന്നുന്നത് പറയുക. പിന്നെ എല്ലാവരുടെയും ചിന്ത ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആരായിക്കോട്ടെ യുഎയിലേക്ക് ഒറ്റയ്ക്ക് വന്ന് പൊരുതി ജീവിക്കാൻ വേണ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. അവർ മറ്റെടുത്ത് വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ. ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. വേറെ പുറം രാജ്യത്തൊന്നും എനിക്ക് തോന്നില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നുള്ളത്. യുകെയിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ പെൺകുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ളതാണ്. പിന്നെ നമ്മളിടുന്ന വീഡിയോസ് നമ്മളെ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പോൾ ഞാൻ പറയട്ടെ, അത് പൊട്ടത്തരാണ്. ഇപ്പം മമ്മൂട്ടി ഒരു ദുഷ്ട ക്യാരക്ടർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്തു എന്ന് വിചാരിച്ച് അവരങ്ങനെയാണെന്നല്ല. നമുക്കൊന്നും പേഴ്സണലി അവരെ അറിയില്ല. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ കൂടെ ഒരാൾ ഒരു ഡ്രസ്സിങ് ചെയ്തു പോവുകയാണ്. ഓക്കെ അവർ മെറ്റതാണ് എന്ന് നമുക്ക് പറയാനുള്ള അധികാരമില്ല. കാരണം അവരെങ്ങനെയാണോ ജീവിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ചില ആൾക്കാർ ഡ്രസ്സിങ് വെച്ചിട്ട് കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആൾക്കാർ റീച്ചിന് വേണ്ടിയാണല്ലേ റീച്ചിന് വേണ്ടി തന്നെയല്ലേ എല്ലാവരും റീൽസ് ഇടുക. ഞാൻ റീൽസ് ഇട്ടിട്ട് റീച്ചൊന്നും വേണ്ട, ഞാൻ വെറുതെ ഇടുക. അങ്ങനെയല്ല. എല്ലാവരും വീഡിയോ ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ട്. ഏതൊരു മനുഷ്യന് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടാലും റീച്ചിന് വേണ്ടി തന്നെ ഇടുന്നത്. 10 ആൾ അറിയണം എന്നുള്ളൊരു സംഭവം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാണ്ട് വെറുതെ അരിയും ചില ആൾക്കാർ പറയില്ലേ, അരിയും പൊരിയുണ്ടയും കൊടുക്കാനല്ലല്ലോ അവിടെ വെച്ചിരിക്കുന്നത്. അത് കിട്ടും. അത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേടിക്കാനുള്ള പൈസ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ. അല്ലാണ്ട് ഡയറക്റ്റ് അരിയും മണ്ണെണ്ണയും നമുക്ക് അതിൽ കിട്ടില്ല. അത് ചില ആൾക്കാരുടെ മണ്ടമായിട്ടുള്ള കാരണങ്ങളാണ്, ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്കിത് പറയണം തോന്നി. കാരണം കുറേ ആൾക്കാരുടെ ചിന്താഗതി നമ്മൾ വിചാരിക്കണതിനും അപ്പുറമാണ്. സത്യം. എനിക്കിത് പറയണം തോന്നി. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഇവിടുത്തെ യുഎയിലെ സിറ്റുവേഷൻ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു. യുഎയിലിപ്പോൾ വാറിന് ശേഷം എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ഹയറിങ് കുറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ കമ്പനീസ് പോയി, കുറേ ഫാമിലീസ് ഇവിടുന്ന് പോയി, കുറേ ആൾക്കാരുടെ ജോലി പോയി. അപ്പോൾ കുറേ കമ്പനി പൂട്ടിപ്പോയി, കുറേ ഷോപ്പുകൾ പോയി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ യുഎയിൽ എനിക്കറിയുന്നൊരു കാര്യം,
ചില ആൾക്കാരൊക്കെ എന്ന് തോന്നുന്നു ഇവിടെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ തന്നെ നിന്ന് ജോലി നോക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ പലരും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പൊതുവേ "നിങ്ങക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? എത്ര വർഷത്തെ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ചില ആൾക്കാര് ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സാലറി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവൂല്ല. ജോലി ചെയ്യുന്നു ഓക്കെ. പക്ഷെ ഒരു ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം വളരെ മോശമാണോന്ന് വെച്ചാൽ ആണ്. അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ആരോടും ഇപ്പൊ വരണംന്നോ ഞാൻ അവരുടേല് അവരുടെ ഇപ്പം എത്ര ലക്ഷം രൂപയാവും എന്നുള്ളതറിയാം. ലക്ഷം എന്തായാലും ആവും. വിസയും ടിക്കറ്റും ഒക്കെ എടുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലും നിൽക്കാനുള്ള റൂമിൻ്റെതും എല്ലാം അവര് നാട്ടീന്ന് കൊണ്ടുവരണം. ഫുഡാണെങ്കിലും കഴിക്കാനുള്ള പൈസ ഒക്കെ നാട്ടിൽ കൊണ്ടുവരണം. അപ്പം കുറച്ച് പൈസയാവും. അപ്പം അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പം അത് നിങ്ങൾക്ക് ചെലവാക്കാൻ ഇപ്പം ചില ആൾക്കാര് അത് ചെലവാക്കി കടമൊക്കെ മേടിച്ച് ലോണൊക്കെ എടുത്തിട്ട് വരുന്നവരുണ്ട്. അടുത്ത് വന്ന് ഇവിടെ ജോലി കിട്ടാണ്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ഭാഗ്യപരീക്ഷണം പോലെയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കിത് പറയണം തോന്നി. കാരണം കുറച്ച് കുട്ടികളാണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ആയാലും ഒക്കെ. എനിക്കിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ചോദിക്കും സന്തോഷം അത് അങ്ങനെയല്ല. നമുക്ക് സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. നാളെ എന്താകും എന്നുള്ളൊരു ചിന്ത നമുക്ക് മൈൻഡിലുണ്ടാവും. നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഒരു സാധനം നമ്മുടെ മൈൻഡിലുണ്ടാവും. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് ഇന്ന് വരെ. അത് ഞാൻ നല്ലോണം പറയും. ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന പൈസ ആ ഒരു സാധനമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. കഷ്ടപ്പെടുക. കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റൂന്ന് പറയില്ല. അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിവിടെ വന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയണത്, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ അറിയുന്നവരില്ലേലും കുഴപ്പമില്ല. പിന്നെ ഈ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും ചോദിച്ച് നല്ല റൂം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ അവർ പോയി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പറയുമല്ലോ. കൂടുതലും ഞാൻ പറയുന്നത് ലേഡീസിനോടാണ് കേട്ടോ. പിന്നെ ഫുഡ് നിങ്ങൾക്ക് വെച്ച് കഴിക്കാം. ഇവിടെ മെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 10, 300, 350 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സ് കിട്ടും. 10, 600, 500നും 450നും ഒക്കെ റൂമുണ്ട് കേട്ടോ. ലേഡീസിനായാലും ബോയ്സിനാണെങ്കിലും. പക്ഷേ അതിനനുസരിച്ച് ഉള്ള ആൾക്കാരുണ്ടാവും അതിൽ. പിന്നെ എന്താ പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ വരുന്നവരോട് ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം തോന്നി. സോ ഇവിടെ നമ്മൾക്കിപ്പോൾ നാട്ടിലൊരു 10,000 രൂപയാണ് നമുക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20,000, 25,000 ആവും. ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ നോർമൽ റേറ്റാണ് പറയണത്. ഇവിടെ ഒരു റൂമിന് ഏകദേശം ഒരു നല്ലൊരു റൂം കിട്ടണമെങ്കിൽ ഒരു 600, 700 ദിർഹംസ് കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു 15,000, 20,000-നകത്ത് 1 മന്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫുഡ് ഒരു 350, 400 രൂപയായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ ഒരു 400 രൂപ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 6,000, 7,000 രൂപ ഒക്കെ ആവും. പിന്നെ നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ചിലവ് അത് നമ്മൾ കണക്ക് കൂട്ടണം. പിന്നെ നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ക്യാഷ് നല്ല രീതിക്ക് ഇവിടെ പൊട്ടും. പൈസ നല്ല ഇറങ്ങും ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ വന്നിട്ട് ആകെ ഞാൻ 2 തവണ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കയറിയിട്ടുള്ളൂ. 1 തവണയോ 2 തവണയൊക്കെ. അല്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഞാനങ്ങനെ എനിക്ക് പോയിട്ടില്ല. ഞാൻ അല്ലാണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന മരുന്ന് വെച്ചിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത്. പിന്നെ ഇതൊക്കെയാണ് ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, ഇവിടെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ ലിങ്ക്ഡിൻ അങ്ങനത്തുള്ള ആപ്പുകളുണ്ട്. അതിലൊക്കെ നല്ല രീതിക്ക് നോക്കുക, സെർച്ച് ചെയ്യുക. നാട്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടൊക്കെ വരാവുന്നതാണ്. നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ജോബ് വേക്കൻസി ഒക്കെ വരികയാണെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും. അങ്ങനെയൊക്കെ. നോർമലി എനിക്ക് അങ്ങനെ ജോബ് വേക്കൻസിയും കാര്യങ്ങളൊന്നും വരാറില്ല. എനിക്ക് വരാറില്ല. എന്താ അറിയില്ല, എനിക്കങ്ങനെ വരലില്ല. വേക്കൻസി ഒന്നും വരലില്ല. ജോബ് ഉണ്ടോ ചോദിച്ചിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കലും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് വേക്കൻസി അങ്ങനെ വരലില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ
ഉം, എന്താ എന്താ പറയണ്ടേ? പിന്നെ വേറെന്താ കാര്യമുള്ളേ? ഇതൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഇനി പറഞ്ഞ് വലിച്ചിട്ട് ഇത് തന്നെ ഇപ്പൊ ഒരു 30 മിനിറ്റായി. അപ്പോ നിങ്ങള് കാണണംന്ന് ആഗ്രഹമുള്ളവര് കാണുക. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ലൈഫെന്ന് പറയുന്നത്. ഞാനൊരു 16-ാം വയസ്സ് മുതലേ സ്വന്തമായിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഈ കുഞ്ഞിലേ അതിനെക്കാട്ടും ചെറുതിലേ പോയി സമ്പാദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ സമ്പാദിച്ചു എന്നല്ല. ഞാൻ സോഷ്യൽ മീഡിയ വഴി തന്നെ 16-ാം വയസ്സ് മുതൽ ഞാൻ അങ്ങനെ 500 മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. നാട്ടിൽ രൂപ 500 കേട്ടോ. അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത് നമുക്ക് അന്ന് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉമ്മാൻ്റെ അടുത്തും വാപ്പാൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം അതിപ്പോഴും എനിക്കുണ്ട്. സോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ എന്നെ അറിയാത്ത ആൾക്കാർ എന്നെക്കുറിച്ച് പറയാതിരിക്കുക. എന്നെ പേഴ്സണലി അറിയാത്തവർ വെറുതെ പുറമേ കണ്ടിട്ട് ഇവള് കൊള്ളില്ല, ഇവളെന്തോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അറിയുന്നവർ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും. അറിയാത്തവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നില്ല. കാരണം അവരറിയില്ല. വെറുതെ ഒരു ഓക്കെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൂ. പിന്നെ നിങ്ങളെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുക എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്ത് വീഡിയോ വേണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ.